ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയെ പറ്റി പറയുമ്പോൾ അമേരിക്കയിലെ പകുതി ആളുകളും വിമാനത്തിൽ കയറിയിട്ടില്ല. നമ്മൾ അതിശയമായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളെല്ലാവരും വിമാനത്തിൽ കയറിയാണ് അമേരിക്കയിൽ വന്നിട്ടുള്ളത്. പണ്ടുകാലത്ത് കുറച്ച് പേര് കപ്പലിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രം. ബാക്കിയുള്ളവരെല്ലാം വിമാനത്തിൽ വന്നിരിക്കുന്നവരാണ്. വിമാനയാത്ര തന്നെ നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരു 18 മണിക്കൂർ മതി വിമാനത്തിലിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 14-15 മണിക്കൂർ ബോംബെ അല്ലെ ഡൽഹിക്ക്, അവിടുന്ന് പിന്നെ 1.5-2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ കൊച്ചിക്കോ തിരുവനന്തപുരത്തിനോ ഈ രീതിയിലാണ് പോകുന്നത്. പണ്ടുകാലത്ത് ബോംബെയിൽ നിന്ന് പിന്നെ കേരളത്തിലെത്തുന്നതിന് ഇതിൽ കൂടുതൽ സമയം വേണമായിരുന്നു, ഒരു 30 വർഷം മുമ്പ് വരെ. അപ്പോൾ ഇതാണ് സാഹചര്യം. എങ്കിലും ഈ യാത്ര 18 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ കാലുമൊക്കെ നീട്ടി വെക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്, ഇത് ഈ കാറ്റൽ ക്ലാസിൻ്റെ കാര്യമാണ് പറയുന്നത്. സാധാരണ ടിക്കറ്റിൻ്റെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ കാലൊക്കെ നീട്ടിവെച്ച് കുറച്ചുകൂടെ സ്വസ്ഥമായിട്ടൊക്കെ പോകാൻ പറ്റും. ഇതിപ്പം സാധാരണക്കാർ പോകുന്ന കാര്യമാണ് പറയുന്നത്, ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അവരിങ്ങനെ കാലും കൈയുമെല്ലാം പിന്നെ അനക്കാതെയും പിടിക്കാതെയും ഒക്കെ ഇത്രയും സമയം ഇരുന്ന് ഒരു വിധത്തിൽ വലഞ്ഞാണ് ചെല്ലുന്നത്. അന്നേരമാണ് പിന്നെ ഇമിഗ്രേഷനിൽ ഓരോ തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം ആദ്യകാലത്തൊക്കെ നമ്മൾ വിഷമിച്ചിട്ടുള്ളത്, അതിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനും അത് കൃത്യമായ മറുപടി പറയാനും ഒക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം ഈയിടയ്ക്ക് ഇത്രയൊക്കെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല. ഈയിടയ്ക്കൊരു മഹാനായ മലയാളിക്കെതിരെ കേസ് വന്നു. അദ്ദേഹം കാലിഫോർണിയയിലുള്ളൊരു സ്ത്രീയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത്, വിമാനയാത്രയിൽ പിന്നെ കാലിഫോർണിയയിൽ നിന്ന് ടെക്സസിനുള്ള വിമാനയാത്രയിൽ ഇയാളുടെ നടുക്കത്തെ സൈഡിലായിരുന്നു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയെ ആദ്യമൊന്ന് മുട്ടിയൊരുമ്മി, പിന്നെ അവരങ്ങോട്ട് മാറി, താല്പര്യം കാണിക്കാതെ അങ്ങോട്ട് മാറിയിരുന്നു. എന്നിട്ടും അവിടെ ഇവിടെയെല്ലാം സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഇവിടെയെല്ലാം പിന്നീട് കയറി പിടിച്ചു. അപ്പോൾ സ്റ്റോപ്പെന്ന് അവർ പറഞ്ഞിട്ട് അലറി വിളിച്ചിട്ടും അയാൾ നിർത്തിയില്ല. ഈ ക്യാബിൻ ക്രൂ ആരും ആ വഴിക്ക് വന്നില്ല. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എയർപോർട്ട് വിമാനം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവിടെ കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ദേഷ്യപ്പെടുകയാണ് ഇവരോട് ചെയ്തത്. അത് പിന്നെ ആ സംഭവിച്ച സമയത്ത് തന്നെ അന്നേരം പറയേണ്ടതില്ലേ. അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വല്ലതും ചെയ്തു കളയോ, പ്രതികാരം ചെയ്തു കളയോ എന്ന് പേടിച്ചു. അതുമാത്രമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ചിലപ്പം വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോയി, അല്ലെങ്കിൽ വിമാനം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. അപ്പോൾ അതും മറ്റു യാത്രക്കാർക്കെല്ലാം ദേഷ്യമായി തീരും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അത് അമേരിക്കൻ എയർലൈൻസിനാണ്. അവർ നടപടിയൊന്നും അന്നേരം എടുത്തില്ല. ഇയാൾക്കെതിരെയും എയർലൈൻസിനെതിരെയും കേസെടുത്തു. എയർലൈൻസ് നെഗ്ലിജൻസിൻ്റെ പേരിൽ. നമ്മൾ ഇതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മലയാളിയിൽ. അപ്പോൾ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ കക്ഷിക്കെതിരെ ചെറിയാൻ അബ്രഹാം എന്ന മറ്റാണ് അങ്ങേരുടെ പേര്. ഈ കക്ഷിക്കെതിരെ 3 തവണ ഇതേതരം ആരോപണം ഉണ്ടായെന്ന് അമേരിക്കൻ എയർലൈൻസ് തന്നെ പറയുന്നു. അപ്പോൾ 3 തവണ വന്നപ്പോഴത്തേക്ക് ഇയാളെ ആ വിമാനത്തിൽ നിന്ന് വിലക്കി. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം. അപ്പോൾ സ്ഥിരം പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഇവരുടെ കേസിലുമുള്ളത്. വാസം പറഞ്ഞാൽ, ഇത് കേട്ടപ്പോൾ വളരെ അരോചകവും വളരെ ലജ്ജ തോന്നിയ ഒരു മലയാളി ഈ പണിക്ക് പോകുന്നത്. ഈ ഞരമ്പ് രോഗത്തിന് മലയാളികളെല്ലാം പേരുകെട്ട ആളുകളാണല്ലോ, മലയാളികളും ഇന്ത്യക്കാരും. അതിൽ ഏറ്റവും തമാശ കണ്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള കേസുകളിൽ പെടുന്ന ആളുകളൊക്കെ 50 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ, 50-60 വയസ്സിൽ ഒക്കെ കൂടുതലുള്ള ആളുകളാണ് പലരും ചെയ്യുന്നത്. കൂടുതലും ഈ ഗുജറാത്തികളെയാണ് ഇങ്ങനെയുള്ള കേസിൽ സാധാരണയായിട്ട് പിടികൂടാറുള്ളത്, അതും 50-60 വയസ്സുള്ള ആളുകൾ. അപ്പോൾ അവരാണ് ഞരമ്പ് രോഗികളായിട്ട് മാറുന്നത്. ഇന്ത്യയിലെ ആ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്, എന്താണ് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ഭാര്യയുള്ളപ്പോൾ പിന്നെ ആ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമോ എന്നാണ് അറിഞ്ഞുകൂടാത്തത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിമാനത്തിൽ നമുക്കറിയാം, പല സ്ത്രീകളും, അതിസുന്ദരികളായ സ്ത്രീകൾ വരും. അത് അമേരിക്കക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരും ഒക്കെ വന്നെന്നിരിക്കും. അവരൊക്കെ ആ വിമാനയാത്രയിലെ ഡ്രസ്സ് നമുക്കറിയാം, അയഞ്ഞ ഡ്രസ്സ്, അല്ലാതെ ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ കണ്ടും കാണിച്ചും ഒക്കെ ആയിരിക്കും അവർ വരിക. അപ്പോൾ അത് കാണുമ്പം ഒന്ന് തൊട്ട് കളയാം, അല്ലെങ്കിൽ ഒന്ന് കയറി പിടിച്ച് കളയാമെന്ന് തോന്നിപ്പോയാൽ തീർന്നു, അവരുടെ ജീവിതം കട്ടപ്പുകയായി. ഇതേതരം ഒരു സംഭവം ഓർക്കുന്നുണ്ട്. കുറേ വർഷം മുമ്പാണ് ഒരു പ്രൊഫസർ മിഡ് വെസ്റ്റേൺ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ആ പ്രൊഫസർ ഒരു ക്ലാസ്സിലുള്ള ഒരു പെങ്കൊച്ചിനെ കയറി പിടിച്ചു. അപ്പോൾ അത് വലിയ പ്രശ്നമായി തീർന്നു. അപ്പോൾ അയാൾ പറയുന്ന ആ പെങ്കൊച്ചിൻ്റെ ഡ്രസ്സ് കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകുമെന്നാണ് പറഞ്ഞത്. അയാൾ ഒരു ശുദ്ധഗതിക്കാരനാണ് വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ ആ പെണ്ണ് പറയുന്നത്, ആ ഡ്രസ്സ് പ്രൊഫസർമാരൊന്നും അങ്ങനെ ചെയ്യില്ല, പെണ്ണുങ്ങൾ പഠിക്കാൻ വരുന്ന പിള്ളേരൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടും. അത് ഇട്ടുകൊണ്ട് വന്നു എന്ന് കരുതി അതൊരു പെർമിസീവ്, ഒരു അനുവാദമല്ല, എന്തിനെങ്കിലുമുള്ള ഒരു അനുവാദമൊന്നുമല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ആ കേസ്
എങ്ങനെ ഒത്തുതീർന്നു എന്ന് അറിഞ്ഞുകൂടെ, എങ്ങനെ തീർന്നു എന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ ഇതിലൊക്കെ ബന്ധപ്പെടുന്നത് ഖേദകരമാണ്. മലയാളികൾ ബന്ധപ്പെടുന്നത് അതിലും ഖേദകരം. ഇനി നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തൊട്ടടുത്ത് ഏതെങ്കിലും പെണ്ണിരിക്കും, സുന്ദരിയിരിക്കും, സുന്ദരി അല്ലാത്തവളിരിക്കും. പിന്നെ അല്പസ്വല്പം തട്ടാനും മുട്ടാനും താല്പര്യം, പിന്നെ അവർ താല്പര്യം കാണിച്ചാൽ കൂടി കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒടുവിൽ ഇല വന്ന് മുള്ളിൽ വീണാലും, മുള്ള് വന്ന് ഇലയിൽ വീണാലും നമ്മുടെ മുള്ളിൻ്റെ കാര്യമാണ് പോക്ക്. അതായത് പിന്നെ ആണുങ്ങളാണ് വിഷമത്തിലാവുക. അതൊന്ന് ശ്രദ്ധിക്കുന്നതല്ല. അത് മാത്രമല്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യവും ആണെന്ന് തോന്നുന്നില്ല. വിമാനയാത്രയ്ക്കിടയിൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഈ ഒരു തവണ ഒരു ചെറിയ പെട്ടി കയ്യിൽ നിന്ന് എങ്ങനെയോ അത് താഴോട്ട് വീണു. നോക്കുമ്പോൾ താഴെ ഒരു കൊച്ചാണ് ഇരിക്കുന്നത്, ചെറിയൊരു കൊച്ചിനെ കൊണ്ടൊരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ ആ വീണത് ഞാൻ വിചാരിച്ചു ആ കൊച്ചിൻ്റെ മേത്തെങ്ങാനും വീട് എൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ അവിടെ തന്നെ വീണു പോകുമെന്നാണ് വിചാരിച്ചത്. ഭാഗ്യവശാൽ അത് ഒരു വളരെ പ്രായമുള്ളൊരു സ്ത്രീയുടെ പുറത്താണ് വീണത്. എന്തുകൊണ്ടോ അവർക്കത് മനസ്സിലായില്ല, ആ പെട്ടി വന്ന് വീണത്. അതൊരു പ്രശ്നമില്ലാതെ തീർന്നു. എനിക്ക് അതിശയം തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ആണെന്ന്. ഈയിടയ്ക്ക് അതുപോലെ ആ പെട്ടി നമ്മൾ പിന്നെ മുകളിൽ നിന്ന് പെട്ടി എടുക്കുമ്പോൾ ആരോ ഒരു കറമ്പനൊരുത്തനാണ് മുട്ടി. അപ്പോൾ അയാളെ ഒരു കൈ വീശി. അത് സാമാന്യ നിലയിൽ പിന്നെ നമുക്കിട്ടൊരു തല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന പോലെയാണ് തോന്നിയത്. എങ്ങനെയാണോ എന്തായാലും നമ്മളത് പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ടാകാറുണ്ട്. അപ്പം ഈ യാത്രയിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മുൻകരുതലുകളും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ യാത്രയിൽ നമ്മൾ പോയി തമാശകളൊന്നും പറയരുത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് പല പിന്നെ തമാശകളും ഒരു പാർട്ടി ഏതാനും വർഷം മുമ്പാണ് ഡൽഹിയിൽ ചെന്നിട്ട് പിന്നെ ഈ അവരുടെ ഭാഷയും മനസ്സിലാവുന്നു ഇല്ല. അവർ വിമാനം ഡൽഹി വഴിക്കോ മറ്റോ പിന്നെ പോകുന്നതാണ്, പിന്നെ മോസ്കോ വഴിക്ക് ഡൽഹിക്ക് പോകുന്നതാണ്. അപ്പോൾ മോസ്കോയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഭാഷയും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ ഈ പെട്ടിക്കകത്ത് എന്താണ് ഉള്ളത്, സൂട്ട് കേസിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ബോംബാണ് ഉള്ളതെന്ന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അയാളെ പിടിച്ച് അകത്താക്കി ഏതാനും ദിവസം അകത്തിട്ടു. പിന്നെ ഉന്നതർ പലരും ഇടപെട്ടാണ് അയാളെ മോചിപ്പിച്ചത്. അപ്പം കഴിയുന്നത്ര തമാശകളൊന്നും പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. ഉടക്കാൻ പോകുന്നതും സേഫ് അല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഉടക്കാൻ പോകുന്നതും ഒക്കെ പ്രശ്നം തന്നെ. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഡോക്ടർ ഓറിഗണിലേക്ക് മറ്റോ പോകുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം എയർ ഹോസ്റ്റസ് പറഞ്ഞു ഇത്തിരി വെയിറ്റ് ചെയ്യാൻ. അയാളെ അവിടെ പിടിച്ച് ഇരുത്തി. അതിനുശേഷം ഇവർ രണ്ടാമതും അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഇയാൾ പിന്നെ നിർബന്ധപൂർവ്വം അങ്ങോട്ട് പോയി. ഇത്തിരി പ്രായമുള്ള ഡോക്ടറാണ്. അപ്പം എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ, അയാൾ നേരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, FBI വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇവർ പറയുന്നത് അത് പിന്നെ ഈ സ്ത്രീ റിപ്പോർട്ട് ചെയ്ത് ഇയാൾ ഏതാണ്ട് കുഴപ്പക്കാരനാണ്, അവർ അനുസരിച്ചില്ല, എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ. എന്തോ ക്യാപ്റ്റനോ മറ്റോ ബാത്റൂമിൽ പോകുന്ന സമയമായിരുന്നു അത്. എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ ഇവർക്ക്. അതിന് പകരം ഇയാളെ പിടിച്ചിരുത്തുക. അപ്പം നമുക്കാണേലും ദേഷ്യം വരുമല്ലോ. അപ്പോഴാണ് എണീറ്റ് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കഴിവതും വിമാനത്തിൽ വെച്ച് നമ്മൾ ആ നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക, നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു.